ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല സമയം കർത്താവിന്റെ പാദപീഠത്തിൽ ദൈവത്തിന്റെ വചനവുമായി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. സൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വിവിധ ദേശങ്ങളിൽ ദൈവം നമ്മെ പരിപാലിക്കുന്ന അവിടുത്തെ വലിയ കരുതലിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുവാൻ ശ്രദ്ധിക്കുന്ന നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആവശ്യമറിഞ്ഞ്, നമ്മുടെ സാഹചര്യം അറിഞ്ഞ്, നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരമറിഞ്ഞ്, ജീവിതത്തിന്റെ ഞെരുക്കങ്ങളും ഉള്ളങ്ങളിലെ തേങ്ങലുകളും അറിഞ്ഞ് ഇടപെടുന്ന ദൈവമാകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ആത്മീയ കൂട്ടായ്മയിൽ പങ്കെടുക്കുവാൻ കർത്താവ് കൃപ നൽകി. ദൈവത്തിന്റെ സ്തോത്രം. അവിടെയും എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ വചനം തേനിലും തേങ്കട്ടയിലും മധുരമാണ്. അത് അല്പബുദ്ധികളെ ജ്ഞാനികളാക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവത്തിന്റെ വചനം, ഇരുട്ടിൽ പ്രകാശം തരുന്ന ദൈവത്തിന്റെ വചനം, തേനിലും തേങ്കട്ടയേക്കാളിലും മധുരമുള്ള ദൈവത്തിന്റെ വചനം, നമുക്ക് ജയത്തോടെ ജീവിപ്പാൻ കൃപ നൽകുന്ന ദൈവത്തിന്റെ വചനം ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് തരുന്ന നിമിഷങ്ങൾ വളരെ വിലപ്പെട്ടതാകയാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതായ വിഷയം നിങ്ങൾ ഓർക്കുന്നത് പോലെ, നിങ്ങൾ അറിയുന്നത് പോലെ ദൈവിക വീണ്ടെടുപ്പ് തിരുവചനത്തിൽ കൂടെ എന്നുള്ളതായ വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിൽ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം എന്ന് പറയുന്നത് വീണുപോയ മനുഷ്യന്റെ വീണ്ടെടുപ്പ് എന്നുള്ളതാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി എന്തായിരുന്നു എന്ന് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ ക്ലാസ്സുകളിലെ കാര്യങ്ങളൊന്നും പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. നമ്മൾ അബ്രഹാമിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അബ്രഹാമിന്റെ ജീവിതത്തിലുള്ളതായ ബന്ധത്തിൽ വന്ന് നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ക്ലാസ് ശരിക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഞാൻ കരുതുന്നു. നെറ്റിന്റെ കുഴപ്പം കൊണ്ട് ഇന്ന് നെറ്റ് വലിയ കുഴപ്പമില്ലാതിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ സ്ക്രീനിൽ ഇന്ന് ഇത് ഡിസ്പ്ലേ കാണിക്കണമെന്ന് താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് ഇരുന്നാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാകത്തക്കതായ വിധത്തിൽ വളരെ ശാന്തമായി മാത്രമേ ഞാൻ പറയുകയുള്ളൂ. കഴിഞ്ഞ ആഴ്ചയിൽ നാം അബ്രഹാമിന്റെ ചരിത്രത്തിലുള്ളതായ ബന്ധത്തിൽ അബ്രഹാമിന്റെ ജീവിതത്തെ 4 ഘട്ടങ്ങളായി, 4 സ്റ്റേജുകളായി തിരിക്കാമെന്ന് നാം ചിന്തിച്ചു. എന്നാൽ വിവിധ സ്റ്റേജുകളെ കുറിച്ചുള്ളതായ വിശദീകരണം പറയുവാനായിട്ട് കഴിഞ്ഞില്ല. 4 സ്റ്റേജുകൾ ഏതൊക്കെയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് അറിയുവാനായിട്ടിടയായി തീർന്നല്ലോ. ഉൽപ്പത്തി പുസ്തകം 12 മുതൽ 14 വരെയുള്ളതായ അധ്യായങ്ങളാണ് ഒന്നാമത്തെ സ്റ്റേജ് എന്നും, രണ്ടാമത്തെ സ്റ്റേജ് ഉൽപ്പത്തി പുസ്തകം 15-16 അധ്യായങ്ങളാണെന്നും, മൂന്നാമത്തെ സ്റ്റേജ് ഉൽപ്പത്തി പുസ്തകം 17 മുതൽ 21 വരെയുള്ളതായ അധ്യായങ്ങളും 22 മുതൽ 25-11 വരെയുള്ളതായ വാക്യങ്ങളിൽ അബ്രഹാമിന്റെ ജീവിതത്തിലെ 4ാമത്തെ സ്റ്റേജും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ 4 സ്റ്റേജുകളിൽ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് ചോദിച്ചാൽ, ദൈവ പൈതലിനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ദൈവിക പദ്ധതികളുടെ ആരംഭവും അതിൻ്റെ വളർച്ചയും അതിൻ്റെ പൂർണ്ണതയും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയം, നമ്മെ ദൈവമാണ് വിളിച്ചത്. ദൈവം വിളിക്കാതെ ആരും ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നില്ല. പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്ത് ചെയ്യുന്നില്ല, പുത്രന്റെ അടുക്കലേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ ആകർഷണം നമ്മുടെ മേൽ വീണത് കൊണ്ടാണ് നാം ദൈവത്തിന്റെ പാദപീഠത്തിലിരിക്കുന്നത്. കർത്താവിന്റെ ആകർഷണം നമ്മുടെ മേൽ വരികയും
കർത്താവിന്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ കിട്ടുകയും നാം അതിനു മുമ്പിൽ ഏൽപ്പിച്ചു കൊടുക്കത്തക്ക വിധത്തിൽ അഥവാ മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്തേക്ക് വരത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ദയ നമ്മിൽ പ്രവർത്തിക്കുകയും ചെയ്തത് കൊണ്ടാണ് നാം ദൈവപാദപീഠത്തിലിരിക്കുന്നത്. ഇതിലൊന്നും നമ്മുടെ മഹത്വമെന്നോ നമ്മുടെ പ്രവൃത്തിയുടെ ഗുണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ നന്മ പ്രവൃത്തികളാണെന്നോ ഒന്നും നമുക്ക് ക്ലെയിം ചെയ്യുവാനില്ല. ദൈവത്തിന്റെ ദയ നമ്മുടെ മേലില്ലായിരുന്നു എങ്കിൽ ഒരിക്കലും നമുക്ക് മാനസാന്തരത്തിനുള്ള അവസരം ഉണ്ടാകുകയില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം അബ്രഹാമിനെ വിളിച്ചതായ ആ വിളി മുതൽ അബ്രഹാമിന്റെ മരണം വരെയുള്ളതായ കാലഘട്ടം അല്ലെങ്കിൽ അബ്രഹാമിന്റെ ജീവിതം നാം പരിശോധിക്കുമ്പോൾ അബ്രഹാമിന്റെ നാം ചിന്തിക്കുന്നതായ ഈ 4 ഘട്ടങ്ങളിലും അബ്രഹാമിന്റെ ആത്മീയ ജീവിതത്തിലുള്ളതായ ഉയർച്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്തെ സ്റ്റേജിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഞാൻ ജസ്റ്റ് അതൊരു ഔട്ട്ലൈൻ ആയിട്ട് മാത്രമേ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകേണ്ടതിന് 12, 13 അധ്യായങ്ങൾ നിങ്ങൾ മനസ്സിരുത്തി വായിക്കണം. അതിനകത്തുള്ളതായ കണ്ടൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് മാത്രമേ ഉള്ളൂ. 12-ാം അധ്യായത്തിൽ യഹോവയായ ദൈവം വിളിച്ചിട്ട് അബ്രഹാമിന് വിലയേറിയ വാഗ്ദത്തം കൊടുക്കുകയാണ്. ഈ വാഗ്ദത്തം ലഭിക്കത്തക്ക രീതിയിൽ അബ്രഹാം എന്തെങ്കിലും ദൈവത്തിന് പ്രയോജനപ്പെട്ടത് ചെയ്തിട്ടാണോ, അല്ലെങ്കിൽ അബ്രഹാമിനെ സംബന്ധിച്ച് അബ്രഹാം ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും അധ്വാനിച്ചിട്ടാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ലഭിക്കുന്നത് നോ എന്നാണ്. അബ്രഹാം ദൈവത്തെ അറിയാതിരുന്നപ്പോ ദൈവം ഇങ്ങോട്ട് വന്ന് അബ്രഹാമിന് ഞാനാണ് ദൈവമെന്ന് ദൈവം തന്നെ അബ്രഹാമിന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പലവരും വെളിപ്പെടുത്തി കൊടുത്തതിന്റെ പിന്നിലാണ് അബ്രഹാം യഹോവയായ ദൈവം കേൾപ്പിച്ചതായ ശബ്ദത്തിന് പിന്നാലെ പോകുവാൻ തീരുമാനമെടുത്തത് എന്ന് തൽമൂദുകളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, അബ്രഹാം ഒന്നുമില്ലാതിരുന്നതായ അവസ്ഥയിൽ, ദൈവത്തെ അറിയാതിരുന്നതായ അവസ്ഥയിൽ, ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ദൈവത്തിന് ശത്രുവായിട്ട് എന്ന് പറയാൻ നമുക്ക് ദൈവത്തിന് ശത്രുവായിട്ട് അന്യദൈവങ്ങളെ ബിംബങ്ങളെ ഉണ്ടാക്കി ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ട് അന്യദൈവങ്ങളെ പിൻപറ്റിയിരുന്നതായ അബ്രഹാമിന്റെ പിന്നാലെ ദൈവം ചെന്ന് ആ അവസ്ഥയിൽ നിന്നാണ് അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ചത്. അപ്പോ ആ വാഗ്ദത്തം കേൾക്കുവാൻ അല്ലെങ്കിൽ വാഗ്ദത്തം ലഭിക്കുവാൻ അബ്രഹാമിന് യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെയും അവസ്ഥ. നാം പാപത്തിൽ ജനിച്ചു, പാപത്തിൽ ജീവിച്ചു. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോ നാം നടന്നുപോയതായ പാപവഴി ശ്രദ്ധിക്കാതെ, നമ്മുടെ ബലഹീനത ഗണ്യമാക്കാതെ, നാം ദൈവത്തെ അറിയാതിരുന്നതായ കാലങ്ങളെ ദൈവം അത് ഗൗരവമായിട്ട് എടുക്കാതെ ദൈവം എന്ത് ചെയ്തു? ദൈവവുമായിട്ടുള്ളതായ ബന്ധമില്ലാതിരുന്നപ്പോ ദൈവം നമ്മെ തേടി വരുവാനായിട്ടിടയായി തീർന്നു. അപ്പോ ആ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചതുപോലെ തന്നെയാണ് എല്ലാവരെയും ദൈവം വിളിച്ചിരിക്കുന്നത്. അതിൽ ആരും വ്യത്യസ്തരല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അബ്രഹാമിനെ വിളിച്ച് അബ്രഹാമിന്റെ ബേസ് ഉറപ്പിക്കേണ്ടതിന് വേണ്ടി ദൈവം വാഗ്ദത്തം കൊടുക്കുകയാണ്. 4 പ്രധാനപ്പെട്ടതായ വാഗ്ദത്തങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒന്നാമത്തെ സ്റ്റേജിൽ അബ്രഹാം മുഖാന്തരമുള്ളതായ വീണ്ടെടുപ്പ് മാനവജാതിക്ക് സാധ്യമാകേണ്ടതിന് അബ്രഹാം എന്നതായ വ്യക്തിയുടെ കുടുംബത്തെ ദൈവം മാനവജാതിയിൽ നിന്ന് എടുക്കുകയാണ്. ഒരു കുടുംബത്തെ കർത്താവ് വേർതിരിക്കുകയാണ്. അബ്രഹാം, സാറ എന്നുള്ളതായ കുടുംബത്തെ വേർതിരിക്കുന്നു. കുടുംബത്തിന്റെ തലവനായിരിക്കുന്ന അബ്രഹാമിനെ സംബന്ധിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ശ്രേഷ്ഠതയും പറയുവാനില്ല. പക്ഷേ ആ ശ്രേഷ്ഠത ഇല്ലാതിരുന്ന സ്ഥാനത്ത് തനിക്ക് അർഹതയില്ലാത്തതായ 4 വിലയേറിയതായ വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് കൊടുക്കുന്നതായി നമുക്ക് ആ ഒന്നാമത്തെ സ്റ്റേജിൽ ആദ്യ ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിന് കൊടുക്കുന്നതായ 4 വാഗ്ദത്തങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചാൽ,
12 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത് ദൈവം കൊടുക്കുന്നതായ വാഗ്ദത്തം, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും, ഒരു രാഷ്ട്രമാക്കും എന്നാണ്. നേഷൻ എന്ന് പറയുമ്പോൾ രാഷ്ട്രമാണ്. അവിടെ മലയാളത്തിൽ നമുക്ക് ജാതി എന്ന് കാണുന്നുവെങ്കിലും ഇംഗ്ലീഷിന് അതിന് നേഷൻ എന്ന് പറഞ്ഞാൽ വലിയ സാമ്രാജ്യമാക്കും, വലിയ രാജ്യമാക്കുമെന്ന. ഏകനായ അബ്രഹാം ഭാര്യ ഗർഭം ധരിക്കുവാൻ യാതൊരു സാഹചര്യമില്ലാതിരിക്കുമ്പോ, ബഹുഭാര്യത്വം അല്ലെങ്കിൽ ദൈവം കൽപ്പിക്കാതിരിക്കുമ്പോ, തന്റെ ഏക ഭാര്യയായ സാറ യാതൊരു കാരണവശാലും ഒരു തലമുറയ്ക്ക് ജന്മം കൊടുക്കുവാൻ കഴിയാത്തതായ അവസ്ഥയിലായിരിക്കുമ്പോഴും യഹോവയായ ദൈവത്തിന്റെ വാഗ്ദത്വം എന്ന് പറയുന്നത്, അബ്രഹാമേ, ഞാൻ നിന്നെ വലിയ ഒരു സാമ്രാജ്യമാക്കി മാറ്റുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഭോഷത്വമാണെന്ന് നമുക്ക് തോന്നും, അല്ലെ? ഭോഷത്വമല്ലേ, വിഡ്ഢിത്തമല്ലേ? വെറും നമുക്ക് ബുദ്ധിയിൽ ചിന്തിച്ചാൽ വിഡ്ഢിത്തമാണത്, ഭോഷത്വമാണ് കേൾക്കുന്നത്. ദൈവിക അരുളപ്പാടുകളും ദൈവിക വാഗ്ദത്വങ്ങളും മാനുഷിക ബുദ്ധിയിൽ വിഡ്ഢിത്തങ്ങളായി നമുക്ക് തോന്നാം, ഭോഷത്വമായി തോന്നാം. പക്ഷേ ദൈവത്തിന്റെ പരിജ്ഞാനം, ആ സ്വർഗീയ പരിജ്ഞാനമുണ്ടല്ലോ, ദ ഡിവൈൻ വിസ്ഡം, മനുഷ്യൻ കരുതുന്ന ആ ഭോഷത്വത്തിനകത്ത് ഉണ്ട് എന്ന് ഒരു ദൈവപൈതൽ മനസ്സിലാക്കണം. ലോകം നമ്മെ നോക്കി നമ്മെ പരിഹസിക്കുമ്പോ, വിഡ്ഢിത്തമാണെന്ന് പറഞ്ഞ് നമ്മെ താഴ്ത്തിക്കെട്ടുമ്പോ, നാം ദൈവവചനത്തിനനുസരിച്ച് ദൈവിക വാഗ്ദത്വങ്ങൾക്കനുസരിച്ച് ദൈവിക വഴികളിൽ കൂടെ യാത്ര ചെയ്യുമ്പോ നമ്മിൽ വെളിപ്പെടുന്ന ഒരു ഡിവൈൻ വിസ്ഡം ഉണ്ട് എന്ന് അബ്രഹാമിന്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പൊ ദൈവിക അല്ലെങ്കിൽ ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ അടിസ്ഥാനം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വിസ്ഡമാണ് അതിന്റെ അടിസ്ഥാനം. അതിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിസ്ഡമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ അബ്രഹാമിൽ എന്ത് ചെയ്തു? ദൈവത്തിന്റെ വിസ്ഡം വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിച്ചത് കൊണ്ട് അബ്രഹാമിന് 4 വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു. എന്തൊക്കെയാണ് 4 വാഗ്ദത്തങ്ങൾ? ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, അബ്രഹാമേ, ഐ വിൽ മേക്ക് യു എ ഗ്രേറ്റ് നേഷൻ. രണ്ടാമത്തത്, ഐ വിൽ ബ്ലസ് യു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതാണ് രണ്ടാമത്തെ വാഗ്ദത്തം. ദൈവം അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ അനുഗ്രഹം തടയുവാൻ ഈ പ്രപഞ്ചത്തിന് കഴിയുകയില്ല. ശ്രദ്ധിക്കണം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. മൂന്നാമത്തത്, യു ഷാൽ ബി എ ബ്ലെസ്സിങ്, നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ആയിരിക്കും ആ ഭൂമിയിലുള്ളതായ അനുഗ്രഹങ്ങളുടെ എല്ലാം അടിസ്ഥാനം എന്നാണ് അതിന്റെ അർത്ഥം. നീ ഒരു അനുഗ്രഹമായിരിക്കും. നാലാമത്തത്, ഇൻ യു ഷാൽ ഓൾ ദ ഫാമിലീസ് ഓൺ ദ എർത്ത് വിൽ ബി ബ്ലെസ്ഡ്, നിന്നിൽ ഈ ഭൂമിയിലെ സകല കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. 4 കാര്യങ്ങളാണ്. ഈ വിലപ്പെട്ടതായ 4 കാര്യങ്ങൾ അബ്രഹാമിന് വാഗ്ദത്തമായി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ വാഗ്ദത്തങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അബ്രഹാം ഉറയ്ക്കുന്നത്. ആ വാഗ്ദത്തം കേട്ടുകൊണ്ടാണ് അബ്രഹാം കാണിപ്പാനിരിക്കുന്നതായ ദേശത്തേക്ക് യാത്രയാകുവാൻ പുറപ്പെടുന്നത്. സ്തോത്രം. മൈലുകളിൽ യാത്ര ചെയ്തു. തന്റെ ആടുമാടുകളും ദാസിദാസന്മാരും അതുപോലെ തന്റെ മൃഗസമ്പത്തുമായി അബ്രഹാം യാത്ര തുടങ്ങുകയാണ്. എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയത്തില്ല. അതാണ് വിശ്വാസത്തിന്റെ ചുവടുവെപ്പെന്ന് പറയുന്നത്. സ്തോത്രം. ഒരു ഡെസ്റ്റിനേഷൻ കൊടുത്ത് പോകുന്നതായ വഴിയുടെ മാപ്പ് കൊടുത്ത് എത്ര ദിവസത്തെ വഴിയാണെന്ന് പറഞ്ഞ് ആ വഴിയിൽ ഇന്ന കാര്യങ്ങൾ, ഇന്ന തടസ്സങ്ങളുണ്ട്, ഇന്ന സുരക്ഷിതത്വ താവളങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന വഴിയെക്കുറിച്ചുള്ളതായ, എത്തുന്ന സ്ഥലത്തെക്കുറിച്ചുള്ളതായ ഡീറ്റെയിൽഡ് വിവരങ്ങൾ കിട്ടിയാൽ ആർക്കും യാത്ര പുറപ്പെടാം. ഒരു 50% ധൈര്യം ആർക്കും കാണും. പക്ഷേ ഇത്ര വലിയ സമ്പത്തുമായി, ഇത്ര വലിയൊരു കൂട്ടവുമായി അബ്രഹാം യാത്ര ചെയ്യുമ്പോ അടുത്ത സ്റ്റെപ്പ് എവിടെ വെക്കുമെന്നുള്ള കാര്യം, ആ രാത്രിയിൽ എവിടെ കൂടാരമടിക്കുമെന്നുള്ള കാര്യം അബ്രഹാമിന് ഉച്ചയ്ക്ക് അറിയില്ല. ശ്രദ്ധിക്കണം. ഫ്രീസർ അബ്രഹാമിന് യാത്രയെ ശ്രദ്ധിച്ചു നോക്കി. കാലത്തെ പുറപ്പെടുകയാ, ഉച്ചയ്ക്ക്
ഭക്ഷണം കഴിക്കാൻ എവിടെയാണ് ഒന്ന് ഇരിക്കുക എന്ന് അബ്രഹാമിന് അറിയില്ല. പോകട്ടെ, പകൽ സമയം എങ്ങനെയെങ്കിലും യാത്ര ചെയ്യാം, രാത്രി എവിടെയാ താവളം അടിക്കേണ്ടതെന്ന് അബ്രഹാമിന് അറിയില്ല. അബ്രഹാം ഒറ്റയ്ക്കാണെങ്കിൽ ഏതെങ്കിലും മരത്തിന്റെ ചുവട്ടിലോ ഏതെങ്കിലും ഗുഹയിലോ കയറി രാമാർക്കാം. പക്ഷേ ഇത് അതല്ല കേസ്. അബ്രഹാമിന്റെ കൂടെ എണ്ണമറ്റ ദാസീദാസന്മാരുണ്ട്, ആടുമാടുകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്. ഇതെല്ലാത്തിനും പാർക്കാനുള്ളതായ ഒരു ഇടം വേണം. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അബ്രഹാം അത് ഓർത്തൊന്നും വ്യാകുലപ്പെട്ടില്ല. കാരണം അബ്രഹാമിന്റെ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനം അതായിരുന്നു. വീണ്ടെടുപ്പിന് വേണ്ടി, ദൈവത്തിന്റെ വീണ്ടെടുപ്പിൻ പദ്ധതിക്ക് വേണ്ടി ഒരാളിനെ കണ്ടു കഴിഞ്ഞാൽ, പ്രൈസ് ദി ലോർഡ്, ദൈവം ആദ്യം ചെയ്യുന്നത് അവന്റെ അടിസ്ഥാനം ഉറപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ വീണ്ടെടുപ്പിനായി, ദൈവിക വീണ്ടെടുപ്പിനായി കാത്തിരിക്കുന്നതായ നമ്മെ സംബന്ധിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവിക വാഗ്ദത്തങ്ങളിൽ അല്ലെങ്കിൽ ദൈവവചനത്തിൽ നാം ഉറയ്ക്കണം, നാം അടിസ്ഥാനപ്പെടണമെന്നാണ് ഒന്നാമത്തെ കണ്ടീഷൻ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ശ്രദ്ധിക്കണം, അബ്രഹാമിന്റെ അടിസ്ഥാനം ഉറച്ചെങ്കിലും അബ്രഹാം ഉറപ്പില്ലാത്തവനായി എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പൂർത്തിയാകേണ്ടതായ വീണ്ടെടുപ്പിന്റെ പദ്ധതി അപൂർണനായ അശക്തനായ ഒരു ദൈവം കണ്ടത്. അത് പൂർത്തീകരിക്കേണ്ടതിന് സ്തോത്രം. അബ്രഹാം വാഗ്ദത്തങ്ങൾ ഉറച്ചു, ശരിയാണ്. പക്ഷേ നമുക്ക് 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അബ്രഹാം എത്തിച്ചേർന്നതായ ദേശത്ത് ക്ഷാമം ഉണ്ടായെന്ന് എഴുതിയേക്കുന്നത്. ആ ക്ഷാമം അബ്രഹാമിനെ കുലുക്കി കളഞ്ഞു, അബ്രഹാമിനെ ഭയപ്പെടുത്തി കളഞ്ഞു. അബ്രഹാമിന്റെ ഉറപ്പിനെ ചോദ്യം ചെയ്യുന്ന ക്ഷാമമായിരുന്നു വന്നത്. അബ്രഹാം എന്ത് ചെയ്തു? ക്ഷാമം വന്നു കഴിഞ്ഞപ്പോ ചുറ്റുപാടും ഒക്കെ ഒന്ന് നോക്കി. ചുറ്റുപാടും നോക്കിയപ്പോ കനാൻ ദേശത്തിൽ നിന്ന് ദൂരെയുള്ളതായ മിസ്രൈമിൽ എന്തുണ്ട്? ഭക്ഷണമുണ്ടെന്ന് മനസ്സിലാക്കി. മിസ്രൈമിൽ കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കി. അബ്രഹാം നേരെ മിസ്രൈമിലേക്ക് അങ്ങ് പോയി. അബ്രഹാം ആരോടും ചോദിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ആ ഭാഗം നമ്മൾ വായിച്ചു നോക്കാം. അബ്രഹാം ആരോടും ചോദിച്ചില്ല, ദൈവത്തോട് ചോദിച്ചില്ല. ഇത്രയും നടത്തി, ഇത്രയും പരിപാലിച്ച് കനാൻ നാട്ടിൽ കൊണ്ടുവന്നല്ലോ. കർത്താവെ, ക്ഷാമം വന്നു, ഞാൻ എന്ത് ചെയ്യും എന്ന് അബ്രഹാം ചോദിച്ചില്ല. ഇവിടെയാണ് അബ്രഹാമിന്റെ ബലഹീനത വെളിപ്പെടുന്നത്. അബ്രഹാം ബലഹീനനായി പോയി. സാഹചര്യം വന്നപ്പോ അബ്രഹാം ബലഹീനനായി പോയി. ഇതാണ് മനുഷ്യന്റെ അപൂർണത എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പൂർണതയുള്ള പ്രവൃത്തി തികയ്ക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുക്കുന്നത് അപൂർണനായ മനുഷ്യനെയാണ്. അബ്രഹാമിന്റെ അപൂർണത അവിടെ തീർന്നോ? ഇല്ല. മിസ്രൈമിലേക്ക് ഇറങ്ങി ചെന്നപ്പോ, പ്രൈസ് ദി ലോർഡ്, ആദ്യം സാഹചര്യം നോക്കി. കനാൻ നാട്ടിൽ ക്ഷാമമാണെന്ന് കണ്ടു. ദൂരെയുള്ള മിസ്രൈമിലേക്ക് നോക്കി, ക്ഷേമമാണെന്ന് കണ്ടു. എന്നാൽ മിസ്രൈമിലേക്ക് പോകാമെന്ന് കരുതി മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നു. മിസ്രൈമിലേക്ക് ഇറങ്ങിച്ചെന്നപ്പോ എന്താ അബ്രഹാം മനസ്സിലാക്കിയത്? അവിടെയുള്ളവരെല്ലാം കറുത്തവരാ. കറുത്തവർ ഈ നല്ല സുമുഖരായ ഈ വെളുത്ത മനുഷ്യരെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ആകർഷണമാണ്. പ്രത്യേകിച്ച് കറുത്ത വർഗക്കാരായ മിസ്രൈമ്യർക്ക് വെളുത്ത ഈ കനാൻ നാട്ടിൽ നിന്ന് വരുന്ന അബ്രഹാമ്യ സന്തതികൾ അവർ വളരെ സുമുഖന്മാരാണ്. അവരുടെ സ്ത്രീകളെ കണ്ടാൽ മിസ്രൈമ്യർ വെറുതെ വിടുകയില്ല. അബ്രഹാമിന്റെ ഭാര്യ സാറായി എന്ന് പറയുന്നത് ബഹുസുന്ദരിയാണ്, അത്രയും വയസ്സായിട്ടും. അപ്പോ തന്റെ സുന്ദരിയായ ഭാര്യ അപഹരിക്കപ്പെടുമെന്ന് ആൾക്കാരെ മനസ്സിലാക്കിയപ്പോ, അവരുടെ സ്വഭാവം മനസ്സിലാക്കിയപ്പോ, അവരുടെ ഇടയിൽ നിന്ന് വിളക്കേണ്ടതിന് അബ്രഹാം ഒരു വ്യാജം കൈക്കൊള്ളുകയാണ്, ഒരു ചെറിയ കപടത കൈക്കൊള്ളുകയാണ്, ചെറിയ ഫോഷ്കിനെ ആശ്രയിക്കുകയാണ്. അബ്രഹാമിന്റെ രണ്ടാമത്തെ ബലഹീനതയാണ്. പ്രൈസ് ദി ലോർഡ്. അബീമേലെക്കിനെ കണ്ട് പറയുകയാണ്, ഇതെന്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞ് അബ്രഹാം രക്ഷപ്പെടാൻ നോക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, മനുഷ്യന്റെ ബലഹീനത ദൈവത്തിന്റെ പ്രവൃത്തിക്ക് പലപ്പോഴും തടസ്സമായി തീരും. എന്നാൽ ദൈവം എന്ത് ചെയ്യും?
ആ സന്ദർഭങ്ങൾ അത് കണക്കിടാതെ ദൈവത്തിന്റെ പദ്ധതിക്ക് കാലതാമസം വന്നാലും എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. ആ കാലതാമസത്തെ ദൈവം അത് പിന്നത്തേതിൽ അനുഗ്രഹമാക്കി മാറ്റും. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം കനാൻ നാട്ടിൽ നിന്ന് മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോകുവാൻ കാരണം കനാൻ നാട്ടിലെ ക്ഷാമമാണ്. മിസ്രൈമിൽ ചെന്ന് അബ്രഹാം വ്യാജത്തിൽ ആശ്രയിക്കാൻ കാരണം മിസ്രൈമിലെ ജനത്തിന്റെ സ്വഭാവമാണ്. പ്രൈസ് ദി ലോർഡ്. ഈ രണ്ട് സാഹചര്യങ്ങളും കൊണ്ട് അബ്രഹാം ഷെയ്ക്കായിപ്പോയി, അബ്രഹാം കുലുങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്. നിലനിൽപ്പില്ലാതായി പോയി. എന്നാൽ ദൈവം അവിടെയുള്ളതായ ജനത്തിന്റെ ഹൃദയത്തിൽ ഭയം നൽകി അബ്രഹാമിനെ മടക്കി കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കിവിടെ പറയുവാനുള്ളതായ ഒരു കാര്യം, അബ്രഹാമിനെ 75-ാമത്തെ വയസ്സിൽ വിളിച്ചു. ഇസ്മയിൽ ജനിക്കുന്നത് ഏതാണ്ട് അബ്രഹാമിന് 86-87 വയസ്സുള്ളപ്പോഴാണ് ഇസ്മയിൽ ജനിക്കുന്നത്. ഏതാണ്ട് 11-12 വർഷം കഴിഞ്ഞപ്പോ. പ്രൈസ് ദി ലോർഡ്. ഇസ്മയിൽ ജനിച്ച് ഏതാണ്ട് 13 വർഷം കഴിയുമ്പോഴാണ് വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ജനിക്കുന്നത്. അപ്പോ പ്രൈസ് ദി ലോർഡ്, ഏതാണ്ട് 10-12 വർഷം അബ്രഹാം എന്ത് ചെയ്തു? കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 15 വർഷം അബ്രഹാം മിസ്രൈമിൽ ചെന്ന് പാർക്കുവാനായിട്ട് ഇടയായി. സ്തോത്രം. അബ്രഹാം എത്രത്തോളം ആ കനാൻ നാട്ടിൽ നിന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഇറങ്ങിപ്പോയോ അത്രയും വർഷം കൂടെ വാഗ്ദത്തം പ്രാപിക്കുവാൻ താമസിച്ചു. ഈ കണക്ക് നിങ്ങൾ മനസ്സിലാക്കണം. ഏതാണ്ട് 11-12 വർഷം അബ്രഹാം ഇസ്രായേലിലേക്ക് ഇറങ്ങിപ്പോയി. തിരിച്ച് അബ്രഹാം അവിടെ നിന്ന് വന്നു. 99-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിന്റെ 99-ാമത്തെ വയസ്സിലാണ് 89 വയസ്സുള്ളതായ സാറ ഗർഭം ധരിക്കുന്നത്. സ്തോത്രം. അപ്പോ ആ വാഗ്ദത്ത പൂർത്തീകരണത്തിന് 24 വർഷം എടുത്തു. ഉദരത്തിൽ ശിശു ജനിക്കുന്നത് വരെ 24 വർഷം എടുത്തു. 25-ാമത്തെ വർഷമാണ് വാഗ്ദത്തം കയ്യിൽ ലഭിച്ചത്. ആ വാഗ്ദത്തം ലഭിപ്പാൻ എടുത്തതായ വർഷത്തെ അല്ലെങ്കിൽ ആ സമയത്തെ നമ്മൾ രണ്ടായി തിരിച്ചാൽ 12 എന്ന് പറയുന്ന 2 ഭാഗങ്ങളാകും. ഒരു ഭാഗം മിസ്രൈമിലേക്ക് ഇറങ്ങിപ്പോയപ്പോ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അബ്രഹാം വേർപെട്ടു പോയതായ സമയമാണ്. മടങ്ങി വന്നെങ്കിലും ഉടനെ വാഗ്ദത്തം പ്രാപിപ്പാൻ കഴിഞ്ഞില്ല. അനദർ 12 years അബ്രഹാം കാത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം അകന്നു പോകുമ്പോ, ദൈവിക വാഗ്ദത്തങ്ങളിൽ നിന്ന് അകന്നുപോയി മടങ്ങി വരുന്ന ഉടനെ നാം ദൈവത്തിന്റെ വാഗ്ദത്തം തിരികെ പ്രാപിപ്പാൻ ബുദ്ധിമുട്ടാണ്. എത്ര നമ്മൾ ഇറങ്ങിപ്പോയോ അത്രയും വർഷം കൂടെ കാത്തിരിക്കണം, അത്രയും സമയം കൂടെ കാത്തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതൽ മനസ്സിലാക്കേണ്ടത്, ഒരിക്കൽ ദൈവസന്നിധിയിൽ വന്ന് നാം ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയാൽ, അത് ഒരാഴ്ചയാകട്ടെ, 1 മാസമാകട്ടെ, 1 വർഷമാകട്ടെ, എത്രത്തോളം നാം ഇറങ്ങിപ്പോകുന്നുവോ അതിന്റെ ഇരട്ടി കഴിഞ്ഞ് നമുക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് അബ്രഹാമിന്റെ 1-ാം സ്റ്റേജ് നമ്മളെ മനസ്സിലാക്കുകയാണ്. വീണ്ടെടുപ്പിന്റെ പദ്ധതി അത്രയും താമസിച്ചു. ദൈവിക വീണ്ടെടുപ്പ് ഇസഹാക്കിൽ കൂടെ വരേണ്ടത്. അടുത്തത് വാഗ്ദത്ത സന്തതി ഇസഹാക്കാണ്. ഇസഹാക്ക് ജനിക്കുവാൻ, ഇസഹാക്ക് ഉദരത്തിൽ ഉരുവാകുവാൻ അനദർ 12 years കൂടെ അബ്രഹാമിന് കാത്തിരിക്കേണ്ടി വന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ടതായ ഒരു വിഷയമാണ്. സ്തോത്രം. 12-ാം അധ്യായത്തിൽ ഈ 2 സംഭവങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോ അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട 1-ാം സ്റ്റേജിലെ അടുത്ത പ്രധാനപ്പെട്ടതായ സംഗതി കാണുന്നു. അബ്രഹാമിനോട് കൂടെ പുറപ്പെട്ടതായ ലോത്താണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. ലോത്തിനോട് ദൈവം പറഞ്ഞില്ല, ലോത്തെ നീയും കൂടെ അബ്രഹാമിനോടുകൂടെ പോ എന്ന് പറഞ്ഞില്ല. അബ്രഹാം ഒരുപക്ഷെ ലോത്തിനെ നിർബന്ധമായി വിളിച്ചില്ല.
ചുരുക്കി പറഞ്ഞാൽ ലോത്ത് അബ്രഹാമിനോടുകൂടെ വരുന്നത് ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് ലോത്ത് മാറിപ്പോകണം. ദൈവിക വീണ്ടെടുപ്പുമായി ബന്ധപ്പെടാത്തതായ വിഷയങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഒന്നാമത്തെ സ്റ്റേജിൽ അബ്രഹാമിൽ നിന്ന് ആ വിഷയങ്ങളെ മാറ്റിക്കളയണമായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് അബ്രഹാമിന്റെയും ലോത്തിന്റെയും ഇടയ്ക്ക് ചില പ്രശ്നങ്ങൾ ഉരുത്തിരിയുവാനിടയായി. ചില പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നത് ദൈവം പറഞ്ഞിട്ടാണ്. എല്ലാ പ്രശ്നങ്ങളും ദുഷ്ടൻ കൊണ്ടുവരുന്നതല്ല. എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ബുദ്ധിമോശം കൊണ്ടുവരുന്നതല്ല. എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ താഴ്ച കൊണ്ടുവരുന്നതല്ല. ചില വിഷയങ്ങൾ ദൈവത്താൽ സംഭവിക്കുന്നതാണ്. എന്തിനാണെന്നറിയാമോ? അബ്രഹാമിനോടുകൂടെ വരാൻ ദൈവിക പദ്ധതി ഇല്ലാത്തതിനെയൊക്കെ ഇടയ്ക്ക് വെച്ച് വേർതിരിക്കേണ്ടതിന് ഒരു ചെറിയ പ്രശ്നം എന്ത് ചെയ്തു? അബ്രഹാമിന്റെയും ലോത്തിന്റെയും ഇടയ്ക്കുണ്ടായി. അത് ഉണ്ടാകാനായിട്ട് കാരണക്കാരാരായിരുന്നു? അബ്രഹാമോ ലോത്തോ അല്ല. അബ്രഹാമിനോടും ലോത്തിനോടും ഡയറക്ട്ലി ബന്ധമില്ലാത്ത എന്നാൽ ബന്ധമുള്ള അവരുടെ ഇടയന്മാരാണ് പ്രശ്നം. ഇടയന്മാർക്ക് പ്രശ്നം ഉണ്ടാകാൻ എന്താ കാരണം? അവരുടെ ആടുമാടുകളാ പ്രശ്നം. ആടുമാടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ ധനസമ്പത്താണ് വിഷയം. പ്രൈസ് ദി ലോർഡ്. ധനസമ്പത്ത് കൈകാര്യം ചെയ്യുന്ന കാര്യസ്ഥന്മാരാണ് ഇടയന്മാർ. പണ്ട് കാലത്തെ ധനം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ബാങ്ക് ബാലൻസോ ഫിക്സഡ് ഡിപ്പോസിറ്റോ ഒന്നുമല്ലല്ലോ. അന്നത്തെ ധനത്തിന്റെ അല്ലെങ്കിൽ ധനമാഹാത്മ്യം എന്ന് പറയുന്നത് ഒന്ന് ആടുമാടുകളാണ്, രണ്ട് ദാസിദാസന്മാരുടെ എണ്ണമാണ്. അപ്പോ ഈ ആടുമാടുകളുടെ എണ്ണം എത്രമാത്രം കൂടുന്നു അത്രമാത്രം അവർക്ക് സമ്പത്തുണ്ടെന്നുള്ളത്. അബ്രഹാമിന്റെയും ലോത്തിന്റെയും ആടുമാടുകളുടെ ആ വലുപ്പ നിമിത്തം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു നമ്മൾ വായിക്കുന്നു. അത്രത്തോളം ധനസമ്പത്തുള്ളതായ അല്ലെങ്കിൽ മൃഗസമ്പത്തുള്ളതായ അബ്രഹാമിന്റെയും ലോത്തിന്റെയും ഈ മൃഗസമ്പത്തിനെ സൂക്ഷിക്കുന്നത് ഇടയന്മാരാണ്. സമ്പത്തുകൾ സൂക്ഷിക്കുന്ന ഇടയന്മാർ തമ്മിൽ സമ്പത്തിനെ ചൊല്ലി അതിന്റെ പരിരക്ഷയെ ചൊല്ലി വഴക്കുണ്ടാകുകയാണ്. സമ്പത്ത് പലപ്പോഴും ഇടർച്ചയ്ക്ക് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ആ സമ്പത്ത് കൂടുമ്പോൾ അസൂയ വർദ്ധിച്ചു എന്ന് വരാം, മറ്റുള്ളവർക്ക് അസൂയ വർദ്ധിച്ചു എന്ന് വരാം, കണ്ണുകൾ തുടങ്ങിയെന്ന് വരാം, വിരോധം വന്നു വന്നേക്കാം, സ്പർദ്ധ ഉണ്ടാകാം, പകയുണ്ടാകാം, ഇടയ്ക്ക് വലിയ കോലാഹലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോ എന്താ സംഭവിച്ചത്? ഈ സമ്പത്തുകൾ സൂക്ഷിക്കുന്ന ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടായി. അവർ തമ്മിൽ രസക്കേടുണ്ടായപ്പോ അബ്രഹാം പറഞ്ഞു, ലോത്തെ, ഇനി നമുക്ക് ഒന്നിച്ചു പോകാൻ ബുദ്ധിമുട്ടാണ്, നമ്മുടെ ഇടയന്മാർ തമ്മിൽ ചേരത്തില്ല, അതുകൊണ്ട് നമുക്ക് വേർപിരിയാം എന്ന് അബ്രഹാം പറഞ്ഞപ്പോ ലോത്തിന് പറയാമായിരുന്നു, അത് ഇടയന്മാരുടെ കേസല്ലേ, നമ്മൾ തമ്മിൽ എന്റെ ഉപ്പാപ്പനല്ല അല്ലെങ്കിൽ എന്റെ വല്യപ്പച്ചനല്ലേ അങ്ങ്, പ്രീസല്ലോ, അതുകൊണ്ട് നമുക്ക് തമ്മിൽ എന്താ പ്രശ്നം? ഇടയന്മാരെ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഒന്നിച്ചു നിന്നുകൊണ്ട് ഇടയന്മാരെ വിളിച്ച് ഒരു ഒത്തുതീർപ്പുണ്ടാക്കാം എന്ന് ലോത്ത് പറഞ്ഞില്ല. ലോത്ത് കിട്ടിയത് തന്നെ ലാക്കെന്ന് കരുതി ലോത്ത് എന്ത് ചെയ്തു? അബ്രഹാമിൽ നിന്ന് വേർപിരിവാനായിട്ടിടയായി. അത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. ലോത്ത് കൂടെ ഉള്ളിടത്തോളം അബ്രഹാമിന്റെ യാത്ര സുഖകരമല്ലാതിരിക്കും. അബ്രഹാമിൽ നിന്ന് വീണ്ടെടുപ്പിന്റെ പദ്ധതി അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുവാൻ ലോത്ത് തടസ്സമായി നിൽക്കുമെന്ന് അബ്രഹാമിന് അറിയാമായിരുന്നത് കൊണ്ട് അബ്രഹാമിൽ നിന്ന് ലോത്തിനെ ദൈവം വേർതിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ 12-13 അധ്യായങ്ങൾ വീണ്ടെടുപ്പിനുള്ളതായ ബന്ധത്തിൽ അബ്രഹാമിന് നമ്മൾ കാണുവാൻ കഴിയുന്നത്, ഒന്ന്, അബ്രഹാമിനെ വാഗ്ദത്തങ്ങൾ ഉറപ്പിച്ചു, എന്നിട്ട് അബ്രഹാമിന്റെ ബലഹീനതയെ പുറത്തു കൊണ്ടുവരികയാണ്. ആ ബലഹീനത മനസ്സിലാക്കി അബ്രഹാം എന്ത് ചെയ്യുന്നു? ആ ബലഹീനതയെ ഇനി ഉണ്ടാകാതിരിക്കത്തക്ക വിധത്തിൽ ആ ബലഹീനത താൻ തന്നെ മനസ്സിലാക്കുന്നു. 13-ാമത്തെ അധ്യായത്തിൽ
തന്നോടുകൂടെ പോരുവാൻ ദൈവഹിതമല്ലാത്തതായ ലോത്തിനെ ദൈവം വേർതിരിക്കുകയാണ്. വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തിലേക്ക് ഒന്നാം സ്റ്റേജിൽ നിന്ന് രണ്ടാം സ്റ്റേജിലേക്ക് പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ടാം സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ വായിച്ചു 15-16 അധ്യായങ്ങളാണ് അതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജ് 15-16 അധ്യായങ്ങൾ. ഈ 15-16 അധ്യായങ്ങളിൽ 12ാമത്തെ അധ്യായത്തിൽ ലഭിച്ചതായ വാഗ്ദത്തത്തിന്റെ ഒരു വിപുലീകരണം നമുക്ക് കാണുവാൻ കഴിയും. ഒരു വിശദീകരണം, അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യാഖ്യാന രൂപം, അതിന്റെ ഒരു പ്രാക്ടിക്കൽ രൂപം നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. 12ാം അധ്യായത്തിൽ ഈ 4 വാഗ്ദത്തങ്ങൾ വാക്കാൽ കൊടുത്തതേ ഉള്ളൂ. പക്ഷേ 15ാം അധ്യായത്തിലേക്ക് വരുമ്പോ ഈ വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കുന്ന ഒരു അബ്രഹാമിക് കവനന്റ് ദൈവം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. God is establishing a covenant that is Abrahamic covenant between God and Abraham in order to fulfill the program of redemption of God. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ പദ്ധതി പൂർത്തീകരിക്കുവാനുള്ള ആ ദൈവിക അളവുകോല്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ പദ്ധതി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. 15ാം അധ്യായത്തിൽ എന്താ വിഷയം നമുക്കറിയാം. 15ാം അധ്യായത്തിൽ അബ്രഹാം വളരെ നിരാശനാണ്, ഭയങ്കര നിരാശനാണ്. അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം ദൈവം പറയുക, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയും പലകയുമാണെന്നൊക്കെ പറഞ്ഞ് അബ്രഹാമിനെ അങ്ങ് ഉറപ്പിക്കുക. ഒരിക്കൽ ഉറപ്പിക്കപ്പെട്ടതായ അബ്രഹാം ആകെ ആടി നിൽക്കുകയാണ്. കാരണം തോൽവി സംഭവിച്ചു. ദൈവവുമായിട്ടുള്ളതായ ബന്ധം കുറെ വർഷത്തേക്ക് നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഏതായാലും ലോത്ത് വേർപിരിഞ്ഞു. ആകപ്പാടെ വല്ലാത്തൊരു സിറ്റുവേഷനിൽ അബ്രഹാം എത്തി നിൽക്കുക. തൊട്ടു മുമ്പ് ഒരു യുദ്ധവും നടന്നിരിക്കുകയാണ്. ആകപ്പാടെ അബ്രഹാം ക്ഷീണിതനായി, ഇനി എന്തായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള ആ ഒരു സിറ്റുവേഷനിലേക്ക് അബ്രഹാം എത്തി. ആ സിറ്റുവേഷനിലെത്തിയതായ അബ്രഹാമിനോട് യഹോവയായ ദൈവം വീണ്ടും വന്ന് പറയുകയാണ്, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയം പലകയുമാണ്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം പറഞ്ഞു, എന്നെ ദൈവമേ എന്തിനാ എന്നെ കളിപ്പിക്കുന്നത്? എനിക്ക് ഏതായാലും സന്തതി ഉണ്ടാകത്തില്ല. സന്തതി നീ എനിക്ക് തന്നിട്ടുമില്ല. ഇനിയൊട്ട് തരാൻ കഴിയുമെന്ന് എനിക്കൊട്ട് വിശ്വാസവും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? എനിക്കൊരു വിശ്വസ്തനായ കാര്യസ്ഥനാണ്, അവന്റെ പേര് ഏലിയാസർ എന്നാണ്. അവൻ തന്നെ ആയിരിക്കട്ടെ ഈ കാണുന്നതിന്റെ എല്ലാം നീ പറഞ്ഞ വാഗ്ദത്തങ്ങളുടെയും അവകാശി ഏലിയാസർ തന്നെ ആയിരിക്കട്ടെ. ഇനിയിപ്പൊ ഞാൻ അവനിൽ ആശ്രയിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എന്നിലുള്ളതായ എല്ലാ കോൺഫിഡൻസും എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ മുഖാന്തരം ഒന്നും നടക്കാൻ പോകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമും അതങ്ങ് സമ്മതിച്ചു കൊടുക്കുകയാണ്. ഇനി ഞാൻ മുഖാന്തരം ഒന്നും നടക്കുകയില്ല എന്ന് അബ്രഹാം ഉറപ്പിച്ചതായ നിമിഷം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ദൈവം മുമ്പാകെ വീണ്ടെടുപ്പിന്റെ പദ്ധതി, ഹല്ലേലൂയ, അത് സ്ഥിരമാക്കപ്പെടുന്നത്, അത് ഉടമ്പടീകരിക്കപ്പെടുന്നത്, ദൈവവുമായിട്ടുള്ളതായ ഉടമ്പടിയിലേക്ക് വരുന്നത് എപ്പോഴാണെന്നറിയാമോ? കർത്താവേ, എന്നെ കൊണ്ടൊന്നും കഴിയത്തില്ല, ഞാൻ ഈ കാര്യങ്ങൾ നിറവേറ്റുവാൻ ഒരു പ്രാപ്തിയുമില്ല എന്ന് പറഞ്ഞ് 0 ലെവലിലേക്ക് ഒരു മനുഷ്യൻ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവിക വാഗ്ദത്തങ്ങളുടെ ഉടമ്പടി ഉണ്ടാകുന്നത്. ഉടമ്പടി ആരാ ഉണ്ടാക്കിയത്? അബ്രഹാമല്ല ഉടമ്പടി ഉണ്ടാക്കിയത്. അബ്രഹാമിന് ആ ഉടമ്പടിയുമായി ഒരു ബന്ധവുമില്ല. ഉടമ്പടി പ്രബലമാകേണ്ടതിന് സാധാരണ രീതിയിൽ 2 പാർട്ടിക്കാർ ആവശ്യമാണ്. 2 പാർട്ടികൾ ചേർന്നാണ്, ഈക്വലായിട്ട് ചേർന്നാണ് ഉടമ്പടി ഉണ്ടാക്കേണ്ടത്. പക്ഷേ ദൈവം ചെയ്തതായ ഉടമ്പടി എന്ന് പറയുന്നത് 2 പേർ ചേർന്നല്ല. രണ്ടാമത്തെ ആൾ, ആ സെക്കൻഡ് പാർട്ടി എന്ന് പറയുന്നത് സ്ഥിരമായി നിന്നാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഉടമ്പടിയുടെ പ്രമാണങ്ങൾ പാലിച്ചാലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, ഉടമ്പടി ഞാന് ജീവിച്ചിരിക്കുന്നിടത്തോളം ഞാൻ എന്റെ പാർട്ട് ഉടമ്പടി പൂർത്തീകരിക്കും. ഇതാണ് ദൈവം അവിടെ ചെയ്തത്. സെക്കൻഡ് പാർട്ടിക്ക് യാതൊരു ഇൻവോൾവ്മെന്റും ഇല്ലാത്ത രീതിയിൽ ഫസ്റ്റ് പാർട്ടിയായ ദൈവം ആ ഉടമ്പടി ശക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്.
പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് യഹോവയായ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് 15-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് കഴിയും. പറഞ്ഞ കാര്യങ്ങളെല്ലാം അബ്രഹാം എന്ത് ചെയ്തു? ദൈവസന്നിധി കൊണ്ടുവച്ചു. ദൈവസന്നിധി കൊണ്ടുവച്ചിട്ട് അവയെ രണ്ടായി പിളർന്ന് 2 ഭാഗമാക്കി വെച്ചു. അതിൽ നിന്ന് രക്തം ഇങ്ങനെ ഇറ്റ് വീണുകൊണ്ടിരിക്കുകയാണ്. ആ 2 പാർട്ടിൽ നിന്നും രക്തം ഇറ്റ് വീണുകൊണ്ടിരിക്കുമ്പോ അതിന്റെ നടുക്കുകൂടെ ഒരു തീപ്പന്തം കടന്നുപോയി എന്ന് നമുക്ക് 15-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. ആ തീപ്പന്തം ദൈവ സാന്നിധ്യമായിരുന്നു. ദൈവം ഇറങ്ങി വരുന്ന ദ പ്രസൻസ് ഓഫ് ഗോഡ് ആയിരുന്നു. അതായിരുന്നു അത്. ദൈവത്തിന്റെ പ്രസൻസ് ആയിരുന്നു, ദൈവത്തിന്റെ സാന്നിധ്യം. അത് പിളർന്നു വെച്ചിരുന്നതായ വസ്തുക്കളുടെ നടുവിൽ കൂടെ കടന്നുപോയി എന്ന് പറഞ്ഞാൽ ദൈവം അതിന്റെ നടുവിൽ കൂടെ കടന്നുപോയി. ഇതിനാണ് ബ്ലഡ് കവനന്റ് എന്ന് പറയുന്നത്. രക്തം സാക്ഷിയാക്കി നിർത്തി ചെയ്യുന്ന ഉടമ്പടി. ഒഴുകുന്ന ജീവനുള്ളതായ രക്തം സാക്ഷിയാക്കി ദൈവം ചെയ്തതായ ഉടമ്പടിയാണ്. ആ ഉടമ്പടി ചെയ്യുന്നതായ വ്യക്തി ജീവിച്ചിരിക്കുന്നിടത്തോളം ഉടമ്പടി ലംഘനം ഉണ്ടാകുകയില്ല. അതാണ് ഉടമ്പടികളുടെ പ്രത്യേകത. ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത് ആരൊക്കെയായാലും കൊള്ളാം, അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉടമ്പടി ലംഘിക്കപ്പെടുവാൻ സാധ്യമല്ല. ദൈവം ആരാണ്? ദൈവം എവർലാസ്റ്റിംഗ് ഗോഡാണ്. ദൈവം അവസാനമില്ലാത്തവനാണ്. പ്രൈസ് ദി ലോർഡ്. അവസാനമില്ലാത്തതായ ദൈവം ഉടമ്പടിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോ ആ ഉടമ്പടി എന്തായി മാറി? എവർലാസ്റ്റിംഗ് കവനന്റായി മാറി. പ്രൈസ് ദി ലോർഡ്. ദൈവം ജീവിച്ചിരിക്കുന്നിടത്തോളം ആ ഉടമ്പടി ലംഘിക്കപ്പെടുവാൻ സാധ്യമല്ല. ദൈവം ലംഘിക്കത്തില്ല. അതുകൊണ്ട് അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടി ഇന്നും നിലനിൽക്കുന്ന ഉടമ്പടിയാണ്. അത് കർത്താവിന്റെ 2ാമത്തെ വരവിങ്കൽ അത് പൂർത്തീകരിക്കുവാൻ പോകുന്ന ഉടമ്പടിയാണ്. ഇടയ്ക്ക് വെച്ചത് പൂർത്തീകരിച്ചെങ്കിലും ഇസ്രയേലിന്റെ ദൈവജനമാകുന്ന ഇസ്രയേലിന്റെ അവിശ്വസ്തത നിമിത്തം മനുഷ്യൻ അത് ലംഘിച്ചത് നിമിത്തം അത് നഷ്ടപ്പെടുവാൻ ഇടയായിട്ട് തീർന്നെങ്കിലും ആ ഉടമ്പടിയുടെ പൂർത്തീകരണം മിശിഹാ തമ്പുരാൻ ഈ ലോകത്തെ ഭരിക്കുവാൻ വരുമ്പോ ആ ഉടമ്പടിയുടെ പൂർത്തീകരണം ഉണ്ടാകും. എത്ര നൂറ്റാണ്ടുകൾ, സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും ആ ഉടമ്പടിക്ക് മാറ്റമില്ല എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവിക വീണ്ടെടുപ്പിന്റെ 2ാമത്തെ അബ്രഹാമിൽ കൂടെ നടക്കുന്നതായ വീണ്ടെടുപ്പിൻ പദ്ധതിയുടെ 2ാമത്തെ ഘട്ടമാണത്. സ്തോത്രം. ഇടയ്ക്കിടയ്ക്ക് മാറുന്ന ബേസ് വെച്ചുകൊണ്ട് വീണ്ടെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയത്തില്ല. ശാശ്വതമായ ഒരു വീണ്ടെടുപ്പ് പൂർത്തീകരിക്കണമെങ്കിൽ ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. ആ വീണ്ടെടുപ്പിന്റെ ഉടമ്പടിയാണ് 2ാമത്തെ ഘട്ടത്തിൽ 15-16 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോ നമുക്ക് അവിടെ മറ്റൊരു വരിയ കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. ആ വാഗ്ദത്തങ്ങളുടെ ഉടമ്പടി 15-ാം അധ്യായത്തിലാണെങ്കിലും ആ വാഗ്ദത്തങ്ങളുടെ പ്രായോഗികത വരുന്നത് പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ അവിടെ 16-ാം അധ്യായത്തിൽ കടന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ആ വാഗ്ദത്തങ്ങളുടെ ഇടയ്ക്ക് വരുന്നതായ ഒരു ദോഷകരമായ ഒരു കാര്യമാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. 15-16 അധ്യായങ്ങൾ 2ാം ഘട്ടം അതിന്റെ പ്രാധാന്യത എന്ന് പറയുന്നത് പ്രൈസ് ദി ലോർഡ് ദൈവിക വാഗ്ദത്തങ്ങളുടെ ഉടമ്പടീകരണമാണ്. ഇനി 3ാമത്തെ ഭാഗത്തിലേക്ക് കടന്നു വരാം. 3ാമത്തെ ഭാഗം പറയുവാൻ പൂർത്തീകരിക്കാൻ എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം പ്രൈസ് ദി ലോർഡ് ആ ഭാഗം ഇവിടെ നിർത്തുവാനായിട്ടാണ് താല്പര്യപ്പെടുന്നത്. 1ാമത്തെ ഭാഗം 2ാമത്തെ ഭാഗം അത് നമ്മുടെ ശ്രദ്ധയിൽ വേണം. ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതി ദൈവം നടപ്പാക്കേണ്ടതിന് ഭൂമിയിൽ ഒരു കുടുംബത്തെ, ഒരു വ്യക്തിയെ ദൈവം വേർതിരിച്ചു. ആ വ്യക്തിയിൽ കൂടെ ഒരു കുടുംബത്തെ ദൈവം വേർതിരിച്ചു. ആ കുടുംബത്തെ വാഗ്ദത്തങ്ങളിൽ ഉറപ്പിച്ചു. ആ കുടുംബത്തിന്റെ ബലഹീനത കണക്കാക്കാതെ, ആ കുടുംബത്തിൽ തോൽവി പരിഗണിക്കാതെ ദൈവം എന്ത് ചെയ്തു? ആ വ്യക്തിയെ വാഗ്ദത്തങ്ങൾ ഉറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. പിന്നെ കടന്നു വരുന്നത്
ആ വാഗ്ദത്തങ്ങളുടെ ഉടമ്പടീകരണമാണ്. ആ വീണ്ടെടുപ്പിന്റെ പദ്ധതി ദൈവം ഉടമ്പടി മൂലം ഉറപ്പിക്കുന്നതായ ആ വിഷയമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ പ്രായോഗിക തലത്തിലേക്കുള്ളതായ ആദ്യത്തെ സ്റ്റെപ്പാണ് മൂന്നാമത്തെ ഘട്ടത്തിൽ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. 17 മുതലുള്ളതായ അധ്യായങ്ങളിൽ അത് ദൈവം സഹായിച്ചാൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിനെ അവസാനിപ്പിക്കുന്നു.